Okay, let us discuss what are the different types of communication. ഇപ്പോൾ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് പർപ്പസ്. Based on the communication channels, the communication can be classified into non-verbal communication and the verbal communication. Again, on the basis of the style and purpose, the communication can be classified into formal communication and the informal communication. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു നെയിംസിൽ നിന്ന് തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ again classified into oral and written. നമുക്കറിയാം വെർബൽ എന്ന് പറയുന്നത് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന്. നോൺ വെർബൽ എന്ന് പറയുന്നത് ലാംഗ്വേജസ് അല്ല, മീൻസ് ഗെസ്റ്റേഴ്സ്, ആക്ഷൻസ്, നമ്മൾ ബോഡി ലാംഗ്വേജസ് എല്ലാം ചെയ്യുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഓറലായിട്ടും ലാംഗ്വേജസ് നമുക്ക് ഓറലായിട്ടും യൂസ് ചെയ്യാം, or it in the written form. So it is in the oral form and the written form. Again, the oral can be classified into face-to-face communication or the distant communication. So these are the major types of communication. ഇതിനകത്തുള്ള ഓരോന്നും എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ എന്ത് ചെയ്യുന്നു? വെർബലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ട മെസ്സേജ്, നമുക്ക് വേണ്ട കോൺസെപ്റ്റ്സ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു? വെർബലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് വെർബലി. ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേർഡ്സ്, റിട്ടൺ ഓർ സ്പോക്കൺ ഫോം. വെർബൽ കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് സ്പീക്കിംഗ്, ലിസ്ണിംഗ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഓൾസോ. എന്താണ് ഇത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എന്തെല്ലാം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം? ഞാൻ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് വെർബലി ഇഫക്റ്റീവായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്താണ് ഒരു സെൻറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ദ ഇഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? കൺസിഡർ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ബി സിൻസിയർ വാട്ട് യു ആർ സെയിങ്. യൂസ് സിമ്പിൾ ലാംഗ്വേജസ് ആൻഡ് യൂസ് എ ഫെമിലിയർ വേർഡ്സ്, that means familiar words for the receiver. റിസീവറിന് മനസ്സിലാവുന്ന വേർഡ്സുകളായിരിക്കണം. ഇപ്പം നമ്മൾ ഒരേ വേവ് ലെങ്ത്തിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സുകൾ വേണം യൂസ് ചെയ്യാൻ. ഇനി അതെല്ലാം നമ്മളെക്കാളും വേവ് ലെങ്ത് കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആ ഒരു സമയത്തെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളായിരിക്കണം. ആൻഡ് ബി ബ്രീഫ് ആൻഡ് പ്രിസൈസ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി, ഒരുപാട് നീട്ടി പറയാണ്ട് ചുരുക്കിയിട്ട് വേണം പറയാൻ. ആൻഡ് യൂസ് എ പൊളൈറ്റ് വേർഡ്സ് ആൻഡ് ടോൺ. കമ്മ്യൂണിക്കേഷനിൽ, വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്ന ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന് ടോൺസ് ഉണ്ട്. ഞാൻ ദേഷ്യത്തിൽ പറയുന്ന സമയത്ത് അവിടെയുള്ളൊരു ടോണും, ഞാൻ പൊളൈറ്റായിട്ട് പറയുമ്പോഴും, അതെല്ലാം ഞാനൊരു കമാൻഡ് ചെയ്യും ആർഗ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്ലീഡ് ചെയ്യുന്ന സമയത്ത്, ഓരോ ടൈമിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ടോണിൽ എന്തുണ്ട്? ഡിഫറൻസസ് ഉണ്ട്. സോ ദ ടോൺ ഇൻ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സേ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്ലീസിങ്. ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു അതർ പീപ്പിൾ, ജസ്റ്റ് മേക്ക് ദ കമ്മ്യൂണിക്കേഷൻ ഇൻട്രസ്റ്റിംഗ്. ദെൻ ഓൺലി ദ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഇഫക്റ്റീവ്. സോ ദാറ്റ് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് അതിൽ തന്നെ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും പറഞ്ഞു. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? Orally, it is a process of conveying or receiving messages with the use of spoken words. An oral communication, direct conversation between two or more persons, like face-to-face communication, then lectures, meetings, seminars, group discussion, conferences. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ് അല്ലേ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ. ഇനി അത് മാത്രമല്ല, ഇൻഡയറക്റ്റ് കോൺവെർസേഷൻസും ഉണ്ട്. നമ്മൾ ചെയ്യുന്നു, പക്ഷെ ഡയറക്റ്റ് അല്ല, നമുക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. That is form of communication in which a medium is used for interchange of information, like telephonic conversation, then video call or video voice call, etc. All these are the indirect conversation. So we can say that the oral communication can again be classified into two, that is the direct conversation
direct oral communication and indirect oral communication. In oral communication, communication is influenced by the pitch, volume, speed and clarity of speaking. So these terms ഇതെല്ലാം എന്തായിട്ട് വരണം, ഒരു ഈക്വൽ അല്ലെങ്കിൽ ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിൽ വരുമ്പോഴാണ് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താകുന്നത്, ഇഫക്റ്റീവായിട്ട് മാറുന്നത്. സെക്കൻഡ് വൺ ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു കാര്യം തന്നെ പറയണം. എന്താണ്? ഇറ്റ് ഈസ് എ ഫോർമൽ means of communication wherein message is carefully drafted and formulated in written form. നമ്മളൊരാളുടെ അടുത്ത് ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം ചേഞ്ചസ് ഒക്കെ വരുത്താം അല്ലെ, ഞാനിപ്പോൾ പറഞ്ഞു അതല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് എനിക്കത് പറഞ്ഞിട്ട് എനിക്കത് അവിടെ മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. കാരണം വാട്ട് വി ആർ റിട്ടൺ അതാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ലാംഗ്വേജ് സ്കില്ലും അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, പ്രിസൈസ് ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. So written communication is a formal means of communication wherein message is carefully drafted and formulated in written form. It is kept as a source of reference for or legal record. ഇനി ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ലീഗലി എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൂഫായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തു, നമ്മൾ ചില മീറ്റിങ്സ് അല്ലെങ്കിൽ നമ്മൾ ചില അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ അത് എന്ത് ചെയ്യുക, ഇപ്പോൾ റിട്ടൺ ഓറലി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗലി അല്ല. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മാത്രമേ അത് എവിടെ ഉണ്ടാവുള്ളൂ, ഒരു ലീഗലി നമുക്ക് പ്രൂഫായിട്ട് കിടക്കുകയുള്ളൂ. സോ റിട്ടൺ സൈൻസ് ഓർ സിമ്പിൾസ് ആർ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ പലയിടത്തും നമ്മൾ സൈൻസ് സിമ്പിൾസ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ റോഡിൽ തന്നെയാണെങ്കിൽ തന്നെ നമ്മൾ പല റിട്ടൺ ആയിട്ടുള്ള പല സിഗ്നൽസ് അല്ലേ, സിഗ്നൽസ് അത് നമുക്ക് എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെസ്സേജ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. This written communication can be transmitted through email, letter, report, memo, etc. ഒരുപാട് രീതിയിൽ നമുക്ക് ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. The message in written communication is influenced by, നമ്മളൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതുന്ന സമയത്ത് ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ എന്താണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം? കാരണം the center should be good in vocabulary and good in grammar used, or the writing style or precision and the clarity of the language used. നോർമലി റിട്ടൺ കമ്മ്യൂണിക്കേഷന് ഒരു ഫോമാറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾക്കും അതിന് ഫോമാറ്റ്സ് ഉണ്ടായിരിക്കും. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. എൻ്റെ സ്റ്റൈലായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങൾ സംസാരിക്കുന്നതിന് അതിൻ്റെ സ്റ്റൈലായിരിക്കില്ല. അപ്പോൾ വേറൊരാളുടെ രീതിയിൽ അയാളുടെ രീതിയിലായിരിക്കും, അയാൾ സ്റ്റൈലായിരിക്കും. പക്ഷേ നമ്മളെല്ലാം ഒരു പെർട്ടിക്കുലർ ഞാനൊരു ലെറ്റർ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ സ്റ്റൈലിൽ സംസാരിക്കുന്നവരാണെങ്കിലും അവരുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഏകദേശം എന്തായിരിക്കും, സിമിലർ മീൻസ് ഒരു ഫോമാറ്റ് ഉണ്ടായിരിക്കും. ഇനി ആ ഒരു ഫോമാറ്റിൽ തന്നെ അതിനെ ഒന്നും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ നോളജ് ഓഫ് വൊക്കാബുലറി, അവരുടെ യൂസിങ് ഓഫ് ഗ്രാമർ, ദെൻ റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ക്ലാരിറ്റി. All these are the importance in the written communication. Consider core among business skill, common form of communication being used in business skill. നമ്മളിപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നതും നമ്മൾ ബിസിനസ് ഫീൽഡിൽ സംസാരിക്കുന്നതും ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നോർമലി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഓഫീസ് ലെവലിൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാം ഒരു സിമിലാരിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. The different written communication and the types of oral communication is given here. Written communication can be in the form of reports, memos, emails, fax, illustrations, and the oral communication may be face-to-face, telephone, conversation, or dictating letters, then group discussions, a meeting, speech. All these are the oral communication. So some written communication and oral communication is given here. Next we can see what all are the differences between the oral and the written communication. Oral communication മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ഈസ് ക്വിക്ക് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ്. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണമെന്നില്ല. ഫീഡ്ബാക്ക് ഈസ് ഡിലേഡ്. ആൻഡ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഫാസ്റ്റർ. The written communication is rigid, slow and elaborate. No permanent record for oral communication and authentic and
credible records will be there for the written communication. Oral communication is economical. But in the case of written communication, expensive and stable. Oral communication നമ്മളുടെ ഒരു എനർജി ലോസ് മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കിയെല്ലാം നമുക്ക് എന്താണ് ഈസിയാണ്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പെൻസീവ്. Oral communication can be used only for the short messages. For long messages, we should be follow the written communication. Example, face-to-face group meetings. Example for the written communication, letters, memos, reports, manuals, etc. So these are the differences between the oral communication. Also, we say what all are the importance of the oral communication and the written communication. Next, we can discuss what all are the merits of verbal communication. Verbal communication will be more personal and informal, makes immediate impact, provides opportunity for interaction and feedback, and help us correct ourselves. It is fastest and less expensive. And demerits of verbal communication, it can be quickly forgotten. About one's actor cannot be taken back. There is no legal evidence of oral communication. Very difficult to be conscious of our body language. ഇത്രയും മാത്രമൊന്നുമല്ല എന്തുള്ളത്, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരുപാട് പോയിന്റ്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഫേവർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷനും നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനും നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസ് തന്നെ പറഞ്ഞു. അതിൽ തന്നെ പലതും നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ മെറിറ്റ്സ് ആയിട്ടും ഡിമെറിറ്റ്സ് ആയിട്ടും പറയാനായിട്ട് പറ്റും. എനിവേ വി ഡിസ്കസ് what is the verbal communication, and in the next class we can discuss what is a non-verbal communication.